ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കിത്രയും ക്ഷേമത്തോടെ ഒരുമിച്ച് കൂടുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 10 ക്ലാസ്സുകളിൽ നാം സ്നാനം എന്ന വിഷയത്തെ അധികരിക്കുന്നതായ ആത്മീക പാഠങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നു. നമ്മുടെ മക്കളുടെ സ്നാന ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ചില പാഠങ്ങൾ നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് ഒരു തലക്കെട്ടിൽ ചില പാഠങ്ങൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വചനം കേട്ട് ചെയ്യുന്ന ബുദ്ധിമാൻ, ആ തലക്കെട്ടിലാണ് 8 ക്ലാസ്സുകളിലായി ചില സത്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മൾ ആ പഠനത്തിലേക്ക് മടങ്ങി വരാം എന്ന് വിചാരിക്കുകയാണ്. ആ ബന്ധത്തിൽ കഴിഞ്ഞ ആമുഖ ക്ലാസ്സുകളിലായി ചില പ്രത്യേകതകൾ നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനൊന്ന് പറഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനമായിട്ടും നമ്മൾ വിശദമായി ചിന്തിച്ചൊരു സത്യമാണ്, ഈ പ്രസംഗം സമാനതകൾ ഇല്ലാത്ത പ്രസംഗമായിരുന്നു. അതിൻ്റെ കുറേ വിശദീകരണങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ ചിന്ത, ഈ പ്രസംഗം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ എത്രയോ ആളുകൾ ഈ പ്രസംഗത്താൽ ആകർഷിക്കപ്പെട്ട് കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വരുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ലോകത്തിലെ പല മഹാന്മാരും അക്ഷരാർത്ഥത്തിൽ ഈ പ്രസംഗത്തിലെ പ്രമാണങ്ങൾ അനുസരിച്ച് ചരിത്രത്തിൽ ഇടം നേടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കുന്ന നമുക്കൊരു വലിയ പ്രബോധനമുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആളുകളെ പോലുള്ള ആളുകളല്ല, നമ്മൾ വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. അതുകൊണ്ട് ഈ പ്രസംഗം അനുസരിച്ച് ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായ അനുഗ്രഹങ്ങൾക്ക് മുഖാന്തരമായിട്ട് തീരും എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ പ്രസംഗത്തിൽ വെളിപ്പെടുത്തപ്പെടുന്ന ഉയർന്ന ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഒരു സൂചന ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഈ പ്രസംഗത്തിൽ വെളിപ്പെട്ട ധാർമ്മികത ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്തതായ ധാർമ്മികതയാണ്. ഉദാഹരണം നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മത്തായി 5:28 വാക്യം വായിക്കുമ്പോൾ ആരും അത്ഭുതപ്പെട്ടു പോകും. എന്തൊരു ഉയർന്ന ധാർമ്മികതയാണ് ഈ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. 1-2 സൂചനകൾ ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായ കാര്യം, ഈ പ്രസംഗം പറഞ്ഞ പ്രസംഗകൻ സമാനതകളില്ലാത്ത പ്രസംഗകനാണ്. അത് നമുക്ക് ധാരാളം ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ധാരാളം ഓർക്കുന്നതായ ചില വാക്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ പ്രസംഗകൻ്റെ വലിയൊരു പ്രത്യേകത നമ്മൾ കാണുകയാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ പ്രത്യേകത? അധികാരത്തോടെ പ്രസംഗിച്ച പ്രസംഗകനാണ്. ആ വാക്യങ്ങൾ നമ്മൾ ഒത്തിരി വിശദീകരിച്ചില്ല, എങ്കിലും അത് പരാമർശിക്കുവാൻ
ഇടയായിട്ട് തീർന്നിരുന്നു. ആ തലമുറ ഒത്തിരി വചനം ഘോഷണം കേൾക്കുന്നതായ തലമുറയായിരുന്നു. അതുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിച്ച് അതിൻ്റെ വിലയിരുത്തൽ ഒടുവിലത്തെ വാക്യങ്ങളിൽ നാം വായിക്കാനിടയായിട്ട് തീരുമ്പോൾ ഒരു സാമ്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. തങ്ങളുടെ ശാസ്ത്രിമാരെ പോലെ അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗകനിൽ കാണുന്ന അധികാരത്തിൻ്റെ സ്വരം വളരെ അനുഗ്രഹീതമാണ്. അതുകൊണ്ട് പ്രസംഗം പറയുന്നവരാണ് നമ്മളെല്ലാവരും. പ്രസംഗിക്കാനുള്ള നിയോഗവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പറയാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം അധികാരത്തോടെ നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ഞാനത് വിശദീകരിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്നൊരു ഭക്തൻ്റെ ഉദാഹരണം വിശദീകരിച്ചായിരുന്നു. പുതിയ നിയമത്തിൽ നിന്നൊരു ഭക്തൻ്റെ കാര്യവും പറയുകയും വിശദീകരിക്കുകയും ചെയ്തായിരുന്നു. ആ പേര് മാത്രം ഒന്ന് പറഞ്ഞ് നമുക്ക് പോകാം. പഴയ നിയമത്തിൽ നാം ചിന്തിച്ച ഭക്തനാരാണ്? എസ്രയെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ആ പ്രസംഗകൻ്റെ അധികാരം വെളിപ്പെടുത്തുന്നതായ വാക്യമാണ്. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അതനുസരിച്ച് നടക്കുവാനും ഇസ്രയേലിൽ അത് ഉപദേശിക്കുവാനും എസ്ര മനസ്സു വച്ചിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിലെ ഭക്തനാരാണ്? അപ്പോസ്തലനായ പൗലോസാണ്. അവിടെ ആ വാക്യവും നമ്മൾ ചേർത്തോർക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. അനേക വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ് നാം പ്രധാനമായിട്ടും ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്നോട് ഗ്രഹിച്ചും കേട്ടും, പിന്നെ ഒരു വാക്കുണ്ട്, കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവദാസന്മാർ ദൈവകരങ്ങളിൽ എത്ര പ്രയോജനപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളതായ സാക്ഷ്യമാണ്. എസ്രയുടെ വചന ശുശ്രൂഷയുടെ ഒരു റിസൾട്ടാണ് എസ്ര നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ വലിയ ആത്മിക ഉണർവിന് മുഖാന്തരമായിട്ട് തീർന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരാഗ്രഹത്തോടെ പറയട്ടെ, ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഉണർവുണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ആളുകൾ ഒരുക്കപ്പെടണം, വചനം പഠിപ്പിക്കാനുള്ള ആളുകൾ ഒരുക്കപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കട്ടെ. ഗിരിപ്രഭാഷണം പറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ ഈ മഹത്വം അത് മാതൃകയാക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രസംഗകൻ്റെ 2ാമത്തെ പ്രത്യേകതയാണ് ഞാൻ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. സ്നേഹസമ്പന്നനായ പ്രസംഗകനെയാണ് നമുക്ക് ഈ പ്രസംഗത്തിൻ്റെ പിമ്പിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രസംഗം കർത്താവ് പ്രധാനമായിട്ടും ആരോടാണ് പറഞ്ഞത്? അടുത്തിരുന്ന് പ്രസംഗം കേട്ടവരാരാണ്? ശിഷ്യന്മാരാണ്. അവൻ മലമേൽ കയറി, ശിഷ്യന്മാർ അടുക്കൽ വന്നു. പിന്നെ വലിയ പുരുഷാരവും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തിരുന്ന് ഈ പ്രസംഗം കേട്ടത് ശിഷ്യന്മാരാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു കാര്യം വളരെ വിശദമായി പറയുവാൻ ശ്രമിക്കുകയായിരുന്നു. ആ ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവിനുണ്ടായിരുന്ന സ്നേഹം എത്രയോ ഉന്നതമാണ്. അതിൻ്റെ ഒത്തിരി വെളിപ്പെടുത്തലുകൾ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ആ വെളിപ്പെടുത്തലുകളിലേക്കൊന്നും ഞാൻ പോയില്ലായിരുന്നു. അങ്ങനെ പോയാൽ അത് ഒത്തിരി വിസ്തൃതമായിട്ട് തീരും. പക്ഷേ ഈ അടുത്ത നാളുകളിൽ ദൈവം പ്രകാശിപ്പിച്ചു എന്ന 2 വാക്യങ്ങളാണ് ഞാൻ ആ ബന്ധത്തിൽ വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എൻ്റെ മിക്കവാറും വിശദീകരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവിന് തൻ്റെ ശിഷ്യന്മാരോടുണ്ടായിരുന്ന സ്നേഹം പല നിലയിൽ വെളിപ്പെടുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത്
വെളിപ്പെടുന്നുണ്ട്. യോഹന്നാൻ 13:1 വാക്യം, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ എത്രത്തോളം സ്നേഹിച്ചു? അവസാനത്തോളം സ്നേഹിച്ചു. എന്തൊരു വലിയ സ്നേഹമാണ് ശിഷ്യന്മാർ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പിന്നെ 15-ാം അധ്യായത്തിൻ്റെ 9 വാക്യം നമ്മൾ ചിന്തിച്ചായിരുന്നു. ആ വാചകം മാത്രം ഒന്ന് ഓർത്തു പോകാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനിന്നൊരു ശവസംസ്കാരത്തിന് സംബന്ധിക്കാനും വചനം പറയാനൊക്കെ ഇടയായിട്ട് തീർന്നു. അപ്പോൾ കടന്നുപോയ ഒരു സഹോദരി, അവരുടെ ഭർത്താവ് ശേഷിച്ചിട്ടുണ്ട്. അവർക്ക് മക്കളില്ലാത്ത ദമ്പതികളാണ്. അവിടെ ആ സഹോദരനൊരു ദൂത് പറയണമെന്നൊരു പ്രകാശനം തോന്നി. ഞാൻ യോഹന്നാൻ 15:9, 17-23 വാക്യങ്ങളാണ് അവിടെ ആ വചന ശുശ്രൂഷയിൽ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരുപക്ഷെ ആ സഹോദരനെ അതുവരെ സ്നേഹിച്ചും കരുതി വരുന്ന ഭാര്യ കടന്നുപോയി. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എത്രയോ ഉന്നതമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. 17-ാം അധ്യായത്തിൽ 23 വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ മിക്കവാറും വിശദീകരണങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. എങ്കിലും ആ വാക്യം വായിച്ച് അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ കൂടി എടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. 17-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23 വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ അവിടെ നാം കാണുന്നതായ കാര്യം, ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ നമുക്ക് പല കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതിൽ ഒരു കാതലായ കാര്യം ഞാൻ ഒടുവിലത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചായിരുന്നു. ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയ, പിതാവ് നൽകിയ സ്നേഹം, കർത്താവ് നൽകിയ സ്നേഹമാണ് 15:9 നമ്മൾ കണ്ടത്. 17:23 പിതാവ് ഈ ശിഷ്യന്മാർക്ക് നൽകിയ സ്നേഹത്തിൻ്റെ വലിപ്പം നമ്മൾ കാണുകയാണ്. വലിപ്പം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. കാരണം 1 യോഹന്നാൻ 3:1 അതാണല്ലോ നാം കാണുന്നത്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക്, അടുത്ത വാക്ക് എന്താ? എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ എത്ര വലിയ സ്നേഹമാണ് എന്ന് ചോദിച്ചാൽ യോഹന്നാൻ 18:23 നിന്ന് നമുക്ക് പറയാനുള്ളതായ ഉത്തരം, പിതാവ് ദൈവിക തൃത്വത്തിൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെയാണ് പിതാവ് ഈ പ്രസംഗം കേൾക്കുന്ന ശിഷ്യന്മാരെ സ്നേഹിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം പറയുന്ന, കേൾക്കുന്ന നമ്മെ സ്നേഹിക്കുന്നതും ഈ വലിയ സ്നേഹത്താലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ ഈ വലിപ്പം നമുക്ക് തിരിച്ചറിയാം. അപ്പം ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് ഈ ഗിരിപ്രഭാഷണം ശിഷ്യന്മാരെ അടുത്തിരുത്തി അവരോട് പറയുമ്പോൾ എന്തോ ഒരു സ്നേഹവായ്പോടുകൂടിയാണ് ഇത് പറയുന്നത്. നമ്മളും പ്രസംഗം പറയുമ്പോൾ കേൾവിക്കാരെ ശത്രുക്കളുടെ പക്ഷത്ത് നിർത്തിയൊന്നും പ്രസംഗം പറയാൻ പാടില്ല. പിന്നെയോ നമ്മുടെയൊക്കെ ഗുരുനാഥൻ്റെ മാതൃക, കേൾവിക്കാർക്ക് ആവോളം സ്നേഹം പകർന്നു കൊടുത്ത് ദൈവത്തിൻ്റെ വചനത്താൽ അവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വവും ശുശ്രൂഷയുമാണ് കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. എഫെസോസിലെ സഭയുടെ മൂപ്പന്മാർക്ക് ഇത്തിരി സ്നേഹക്കുറവുള്ളൊരു സഭയായിരുന്നല്ലോ എഫെസോസിലെ സഭ. അവിടുത്തെ മൂപ്പന്മാർക്ക് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന പ്രബോധനം
അവരോടുള്ളൊരു പ്രസംഗം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് നമുക്കെല്ലാം മനപ്പാടം അറിയാവുന്നൊരു വാക്യം ഒന്ന് കോട്ട് ചെയ്യുകയാണ്. അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന സഭയെക്കുറിച്ച്, ആ സഭ ആരുടെയാണെന്നും സഭയെ എങ്ങനെ സമ്പാദിച്ചുവെന്നും പൗലോസ് വെളിപ്പെടുത്തുന്ന വളരെ പ്രസിദ്ധമായൊരു വാക്യമുണ്ട്. ആ വാക്യത്തിൻ്റെ നമ്പർ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പം അവർ ആ ആട്ടിൻകൂട്ടത്തോട് പ്രസംഗം പറയുന്ന ആളുകളാണ്. ആ ആത്മീക നേതൃത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതാണല്ലോ. അപ്പോൾ അവരെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ പൗലോസ് അവരെ ഓർപ്പിക്കുന്നൊരു കാര്യം, നിങ്ങൾ ആരെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ സ്വന്തം രക്തത്തിൻ്റെ സമ്പാദ്യത്തെയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം മുഴുവനും കർത്താവ് കൊടുത്തതായ കൂട്ടത്തെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പ്രസംഗകൻ്റെ മാതൃകയിൽ നിന്നും പ്രസംഗം പറയുന്ന നമുക്കൊരു മാതൃക ഏറ്റെടുക്കാനായിട്ടുണ്ട്. നാം ആരെ വചനം കൊണ്ട് ശുശ്രൂഷിക്കുന്നുവോ അവരോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ ഗുരുനാഥൻ്റെ മാതൃകയിൽ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞാൻ ചേർത്തൊന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം, അവിടെ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൂക്ഷിക്കേണ്ടതായ സ്നേഹത്തിൻ്റെ യോജിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. എന്താണ് അവിടെ പറയുന്നതായ ആ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? ഒരു ഉപമ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ളതായ സ്നേഹവും ഐക്യതയും എങ്ങനെ ആയിരിക്കണമെന്നാണ് ആ വാക്യത്തിൽ പറയുന്നത്. നാം ഒന്നായിരിക്കുന്നത് പോലെ. അപ്പോൾ പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം. ഈ വാക്കുകൾ എന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ അത്ഭുതപ്പെടുത്തുന്നതായ വാക്കുകളാണ്. ഒരു സഭയിൽ കർത്താവ്, ശിഷ്യന്മാരുടെ കൂട്ടമാണല്ലോ സഭ, ഒരു സഭയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യത പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നാം ഒന്നായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒത്തിരി ഈ ക്ലാസ്സിൽ പോകുന്നില്ല. അനേക വർഷങ്ങൾക്ക് മുമ്പ് 131 സങ്കീർത്തനം നമ്മൾ ഒത്തിരി വിശദമായിട്ട് പഠിക്കാനും അതിൻ്റെ പാഠങ്ങൾ പുസ്തക രൂപത്തിലാക്കാനുമൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ബാക്കി നമുക്കെല്ലാവർക്കും അറിയാം. ഇതാ സഹോദരന്മാർ, ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ഇനി ഈ വാക്യം നിങ്ങളൊന്ന് ചേർത്ത് ഓർത്ത് നോക്കുകയും, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ഒരു സഭയിലുള്ള വിശ്വാസികൾ സ്നേഹത്തിൽ ഒന്നായി ഐക്യതയോടെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ആ സാക്ഷ്യത്തിൻ്റെ സൗരഭ്യം
എത്രയോ അധികമായിരിക്കും. അഹരോനെ അഭിഷേകം ചെയ്യുന്ന വിശേഷ തൈലത്തിൻ്റെ സൗരഭ്യത്തേക്കാൾ സൗരഭ്യമുള്ളതായിരിക്കും. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹം ഇതാണ്. കർത്താവിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹം ഇതാണെന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കിയാൽ നിവൃത്തിയുള്ളിടത്തോളം അനൈക്യത വരാതെ എഫേസ്യർ 4:3 നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവിൻ്റെ ഐക്യത സമാധാനമെന്തിൽ കാക്കാനായിട്ട് ശ്രമിക്കും. ആ ശ്രമത്തിൻ്റെ വഴിത്താരയിൽ ഏതു വിലയും കൊടുക്കും. നമുക്ക് വേണ്ടി വില കൊടുത്തവൻ അത് ആദരിക്കുകയും ചെയ്യും. വഴക്കുണ്ടാക്കുന്നതിനുള്ളതായ ശിക്ഷ നമ്മുടെ കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ വല്ലൊരുത്തിനും ഇടത്തവരത്തിനും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കഴുത്തിലൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നതാണ് അവന് നല്ലത്. അപ്പോൾ ദൈവജനത്തിൻ്റെ നടുവിൽ ഇടർച്ചയ്ക്ക് ഹേതുവാകുക എന്ന് പറയുന്നത് എത്രയോ ഗൗരവതരമായൊരു കാര്യമാണ്. എന്നാൽ ഐക്യതയ്ക്ക് വേണ്ടി വില കൊടുക്കുന്നത് എത്രയോ അനുഗ്രഹീതമായൊരു കാര്യമാണ്. അപ്പം ഐക്യതയുടെ വിലയും പ്രാധാന്യവും നമ്മുടെ കർത്താവ് എത്ര വില കൊടുക്കുന്നു എന്നുള്ളതും പിശാചിന് അറിയാമെന്നുള്ളത് കൊണ്ട് ദൈവജനത്തെ കലക്കുന്നതാണ് പിശാചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രാർത്ഥന നമ്മൾ വായിക്കുമ്പോൾ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ പ്രാർത്ഥന നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഐക്യത എത്ര വിലപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കി അതിനു വേണ്ടി വില കൊടുക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് സമർത്ഥമായ ദൈവകൃപ നൽകട്ടെ. ഞാൻ ഈ വാക്യം ചിന്തിക്കുമ്പോൾ ഇന്ന് ഓർത്തൊരു കാര്യമുണ്ട്. നാം ഒന്നായിരിക്കുന്നത് പോലെ. യോഹന്നാൻ 10:30 നമ്മൾ ഇതിനിടയിൽ ഒന്ന് ഓർത്തായിരുന്നു. ആ വാക്യം ഓർക്കൊണ്ട് ഒരു കുഞ്ഞു വാക്യമാണ് ഓർക്കേണ്ടത്. യോഹന്നാൻ 10:30 വാക്യം, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നെന്ന് കർത്താവ് പറയുമ്പോൾ ഈ വാക്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാണപ്രിയൻ്റെ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലുമൊക്കെ അത് നിവൃത്തിയാകുന്നു എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയോടും കൂടെ ഉറപ്പുവരുത്തേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം എത്ര ഉന്നതമാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ കാര്യം നമ്മിൽ എങ്ങനെ നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് സൂക്ഷിക്കാം. ഒരു കാര്യവും കൂടെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതുകൂടി കർത്താവിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഉണ്ട്. തൻ്റെ ശിഷ്യന്മാരിൽ കാണുന്ന ഐക്യതയ്ക്കൊരു വിശേഷണം ഈ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. എന്താ വിശേഷണം? തൻ്റെ ശിഷ്യന്മാരിൽ കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഐക്യതയ്ക്ക് ഈ വാക്യത്തിലൊരു വിശേഷണമുണ്ട്. തികഞ്ഞ ഐക്യത. എനിക്കത് വിശദീകരിക്കാനായിട്ട് അറിയാൻ പാടില്ല. കാരണം പിതാവും പുത്രനും ഒന്നായിരിക്കുന്നതിലുള്ള ഐക്യത അത് എത്രയോ മഹത്തരമാണ്. അതുകൊണ്ടൊരു സഭയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഐക്യത തികഞ്ഞ ഐക്യതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പരമാർത്ഥമായി വിലയിരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഇവരൊന്നായി സാക്ഷ്യം വഹിച്ചാൽ തികഞ്ഞ ഐക്യതയോടുകൂടി നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് ഉണ്ട്. അതൊന്ന് എടുത്തു പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് മുമ്പോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു സഭ മുമ്പോട്ട് പോയാൽ, ശിഷ്യന്മാരുടെ കൂട്ടം മുമ്പോട്ട് പോയാൽ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം
പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നു എന്ന് ലോകം അറിയും. അതൊത്തിരി വിശദമായിട്ടൊക്കെ ചിന്തിക്കാം. അത് നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. ലോകം ഒരു കാര്യം അറിയണം, പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നു. നമ്മൾ ലോകത്തെ അത് അറിയിക്കുന്നുണ്ട്. സുവിശേഷം പറയുമ്പോൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്നതും പറയേണ്ടതുമായൊരു കാര്യമാണ്, നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ ലോക മഹാന്മാരിൽ ഒരുവനായിട്ട് കർത്താവ് ജനിച്ചു എന്നുള്ളതല്ല. പിന്നെ ലോകമഹാന്മാരെ അവരോടൊന്നും സാമ്യപ്പെടുത്തുവാൻ കഴിയാത്ത നിലയിൽ പുത്രൻ ഈ ഭൂമിയിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ടവനായിട്ട് വന്നു എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെ പുത്രനെ അയച്ചതിലാണല്ലോ സ്നേഹം പ്രത്യക്ഷമായത്. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ഇനി ഞാനൊരു വ്യത്യസ്തത പറയാൻ ശ്രമിക്കുന്നത്, നമ്മളിത് പ്രസംഗിച്ചാൽ ലോകം അറിയും പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നു എന്നുള്ളത് പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പ്രസംഗിക്കുകയും വേണം. പക്ഷെ ഇവിടെ കർത്താവ് ഇത് പ്രസംഗിച്ച് ലോകം ഇത് അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? അതെ, ഇവരൊന്നായിരിക്കുന്നത് കാണുമ്പോൾ ഇവരിൽ കാണുന്ന ഐക്യതയെ ലോകം കാണുവാൻ ഇടയായിട്ട് തീരുമ്പോൾ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് ലോകം തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരും. അപ്പൊ ദൈവജനം ഐക്യതയോടെ സാക്ഷ്യം വഹിക്കുന്നത് അതിൻ്റെ സാധ്യത എത്രയോ അധികമാണെന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. പിതാക്കന്മാരുടെയൊക്കെ കാലത്ത് ഉള്ള അനുഭവത്തെക്കുറിച്ചുള്ള ധാരാളം സാക്ഷ്യങ്ങൾ എൻ്റെ ബാല്യത്തിനുമൊക്കെ കേട്ടിട്ടുണ്ട്. പല ആളുകളും കൃപയിലേക്ക് ആകർഷിക്കപ്പെട്ടതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അനേകർ പറഞ്ഞിട്ടുള്ളത് ആദ്യകാല വിശ്വാസികളിൽ കണ്ട അന്യോന്യ സ്നേഹവും കരുതലും അത് അവരെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. ഞങ്ങളിത് പങ്കുകൊണ്ട ശവസംസ്കാരത്തിൽ ആ സദസ്സെല്ലാം കോരിത്തരിപ്പോടെ കേട്ടതായ ചില വാക്കുകൾ ഉണ്ട്. ഞാനും 2 മാസത്തോളമായിട്ട് അതിനെക്കുറിച്ച് കേട്ടും കണ്ടും അത്ഭുതപ്പെടുകയാണ്. കാരണം ഒരു സഹോദരി രോഗിയായിട്ട് അവരുടെ വീട്ടിൽ വളരെ വേദനയിൽ കഴിഞ്ഞുകൂടുകയാണ്. ബോംബെയിൽ നിന്ന് വന്നൊരു ഭാര്യയും ഭർത്താവും 2 മാസമായിട്ട് അവരുടെ വീട്ടിൽ വന്ന് താമസിച്ച് അവർക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകളും ചെയ്യുകയാണ്. ഒരു ദിവസം പോയി ഞാനത് കണ്ടു. ആ കണ്ടു പോകുന്നത് മുതൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇതാർക്ക് സാധിക്കും? അവിടെ ആ സദസ്സ് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോരിത്തരിച്ചു പോയി. കാരണം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, അതിനൊന്നും ഇവർ നല്ല സൗകര്യമുള്ള ആളുകളാണ്, അവരവരുടെ വീടെല്ലാം അടച്ചിട്ട് വന്ന് ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് ഇവിടെ വന്ന് താമസിക്കുക. മലയാളികളുമല്ല അവർ. അദ്ദേഹം കത്തോലിക്ക പശ്ചാത്തലത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നതായൊരു സഹോദരനും ആ കുടുംബവുമാണ്. ഞാൻ പോരാൻ നേരത്തെ ബ്രദർ എന്നാ തിരിച്ചു പോകുന്നത്? ഞാൻ 2 ആഴ്ചയും കൂടെ ഈ സഹോദരനോട് താമസിച്ചിട്ടാണ് തിരിച്ചു പോകുന്നുള്ളൂ. ഞാൻ വീണ്ടും അത്ഭുതപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ വിചാരം സ്നേഹിക്കുന്ന ആളുകളൊന്നും ഇപ്പോൾ എങ്ങുമില്ല, എവിടെയും സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന വളരെ ബ്ലൈൻഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട എത്രയോ ആളുകൾ
ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സ്നേഹം ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ഈ സഹോദരരുമായിട്ട് ക്ലോസ് റിലേറ്റീവ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല. അദ്ദേഹം ഒരു അനുസ്മരണം പറഞ്ഞപ്പോൾ ഈ കുടുംബത്തെ എത്രയോ പ്രശംസിച്ചാണ്, ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു സ്നേഹമാണിത് എന്നുള്ളത് അദ്ദേഹം അവിടെ പറയാനിടയായിട്ട് തീർന്നത് ഇന്ന് പകൽ കേൾക്കാനിടയായി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചാൽ, ഒന്നായിരിക്കാൻ സാധിച്ചാൽ, തികഞ്ഞ ഐക്യതയിൽ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മഹത്വം ആളുകൾ തിരിച്ചറിയും. കർത്താവ് ലോകത്തിലേക്ക് വന്നതുകൊണ്ട് എന്തൊരു വലിയ കാര്യം സാധിച്ചു എന്നുള്ളത് ലോകം തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം പകർന്ന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈ പ്രസംഗകൻ്റെ വ്യത്യസ്തത, അതാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോട് ചേർത്തൊരു ചിന്ത എൻ്റെ മനസ്സിനെ ഇന്നലെ രാത്രിയിലുമൊക്കെ ഭരിക്കാനിടയായിട്ട് തീർന്നത്, നമ്മുടെ കർത്താവിൻ്റെ കൂടെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നമ്മുടെ കർത്താവിനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെ കർത്താവിനെ അയച്ച പിതാവിന് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഇൻസിഡൻറ്റ്, ആ സംഭവം എൻ്റെ മനസ്സിൽ വരുവാൻ ഇടയായിട്ട് തീർന്നു. മറുരൂപമലയിൽ നമ്മുടെ കർത്താവിനെയും കൂട്ടത്തിൽ 2 ഭക്തന്മാരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞതായൊരു കാര്യം 4-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. 4-ാം വാക്യം ഒന്ന് വായിച്ച്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കർത്താവിനെ ഇവരോട് സമാനമായിട്ട് കണ്ടു. ആ വാക്കുകൾ അത് വെളിപ്പെടുത്തുകയും, ഞാൻ പത്രോസിനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. പത്രോസ് ഇത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പറയുവാൻ ഇടയായിട്ട് തീർന്നു. ഇനി നിങ്ങൾ 5-ാം വാക്യം ഒന്ന് വായിക്കണം. 5-ാം വാക്യം ഒന്ന് വായിച്ച അബ്രഹാം. പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇതിന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും. அப்படி ഈ 4-ാമത്തെ വാക്യത്തിൽ പത്രോസിൻ്റെ ഈ വാക്കുകൾ ഞാൻ വിചാരിക്കുന്നത് സ്വർഗത്തിന് വളരെ പ്രയാസമായി. തൻ്റെ പുത്രനെ ഇങ്ങനെ സാമ്യപ്പെടുത്താവുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പുത്രൻ വ്യത്യസ്തനാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. സ്നാനസമയത്ത് കേട്ടത് വാക്കുകളേക്കാൾ ഒരു വാക്കോട് ചേർത്ത് പറയുകയാണ്, ഇവന് ചെയ്തുകൊടുപ്പേ. ഞാനിന്ന് രാത്രിയിൽ ഈ വേദഭാഗം പരാമർശിക്കുന്നത് നമ്മുടെ കർത്താവിനെ മറ്റ് ലോകത്തിലുള്ള മഹാന്മാരിൽ ഒരുവനെ പോലെ കാണുകയോ ആ മറ്റ് മഹാന്മാരോട് ചേർത്ത് ചിന്തിക്കുകയോ ചെയ്യുന്നത് സ്വർഗത്തിന് ഒരിക്കലും സ്വീകാര്യമല്ല, ഒരിക്കലും സ്വീകാര്യമല്ല. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം തന്നെ നമ്മുടെ കർത്താവിൻ്റെ നിസ്തുല്യതയാണ്, അവൻ്റെ മഹത്വമാണ്. നമുക്കതിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വലിപ്പവും മഹത്വവും ഈ ലോകം തിരിച്ചറിയുമാറ്, അവൻ്റെ നിസ്തുല്യതയെ തിരിച്ചറിയുമാറ് നമുക്കൊന്നായിട്ട് സാക്ഷ്യം വഹിക്കാം. തികഞ്ഞ ഐക്യതയോടെ
സാക്ഷ്യം വഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. രണ്ടാമതൊരു കാര്യം കൂടെ അവിടെ ലോകം അറിയും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് നല്ല പരിചയമുള്ള കാര്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ആരറിയും? ലോകമറിയും. ലോകമറിയും. അതിൻ്റെ ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നാം സാക്ഷ്യം കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ ലോകമറിയുന്നൊരു കാര്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ നമ്മെയും സ്നേഹിക്കുന്നു എന്നുള്ളത് ലോകമറിയുവാൻ ഇടയായിട്ട് തീരും. ഇവിടെ ഞാൻ വ്യക്തിപരമായിട്ട് ഇതെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ നാൾ മുതൽ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇത് ലോകമറിയുന്നതിനേക്കാൾ അധികം അറിയേണ്ടത് ആരാണ്? ആദ്യം അറിയേണ്ടത് ആരാണ്? നമ്മൾ അറിയണം. കാരണം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നു. അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്ത് സംതൃപ്തിയുള്ള ആളുകളായിരിക്കും, എത്ര സന്തോഷമുള്ള ആളുകളായിരിക്കും. നമുക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഉണ്ടെങ്കിലും അതൊന്നും നമ്മുടെ സന്തോഷത്തെ ഒരിക്കലും ബാധിക്കാതെ വണ്ണം നമ്മെ ആ സ്നേഹം ഏറെ സന്തോഷിപ്പിക്കുവാൻ, നമ്മൾ സന്തോഷം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമുക്ക് അതറിയുന്നവരായിട്ട് ജീവിക്കാം. നമ്മുടെ എല്ലാ പരാതിയും മാറും. എല്ലാ പരാതിയും മാറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, എനിക്ക് ഈ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകേണ്ടതുപോലെ മനസ്സിലാക്കി ഓരോ ദിവസവും ജീവിക്കാനായിട്ട് കൃപ നൽകണമേ എന്ന് നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ പുതിയ ആഴങ്ങൾ ഓരോ ദിവസവും മനസ്സിലാക്കി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇത് നാം മനസ്സിലാക്കി ജീവിച്ചാൽ, അങ്ങനെ സാക്ഷ്യം കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ലോകം അതറിയുവാൻ ഇടയായിട്ട് തീരും. ആട്ടെ, ഈ സാക്ഷ്യം വിജയകരമായിട്ട് സാധിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥലം സഭയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സ്ഥലം സഭയെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. വേദപുസ്തകത്തിൽ ഫിലദെൽഫിയയിലെ സഭയിൽ ഇത് പ്രായോഗികമാക്കിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു വാക്യം വായിച്ച് ഈ ഭാഗത്ത് മുമ്പോട്ട് പോകാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വലിയ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനോഹരമായിട്ടും രേഖപ്പെടുത്തുന്നുണ്ട്. വായിച്ചാട്ടെ. ഞാൻ സാത്താന്റെ പടയിൽ നിന്ന് വരുന്നു. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സന്നദ്ധ വരും. അപ്പോൾ അവിടെ അവരെവിടുന്നാ വരുന്നത്? സാത്താന്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ അവർ വന്ന് ചെയ്യുന്ന കാര്യം എന്താണ്? ആ വാക്യത്തിലുണ്ട്. കാൽക്കൽ വന്ന് നമസ്കരിക്കും. ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തണം. നമുക്കറിയാം, ഫിലദെൽഫിയ സഭയുടെ പ്രത്യേകതയും മഹത്വവും നമ്മൾ എന്തോരം ചിന്തിക്കാറുണ്ട്, ധാരാളം ചിന്തിക്കാറുണ്ട്. 8-ാമത്തെ വാക്യം നമുക്ക് മനഃപ്പാഠമാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. സ്നേഹത്തിൻ്റെ കൽപ്പന കർത്താവ് നൽകിയത് ഒരു സഭ വളരെ കൃത്യമായിട്ട് കാക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ സംഭവിക്കുന്നതായ കാര്യം, കർത്താവ് അവരെ സ്നേഹിച്ചു എന്നുള്ളത് അവരറിയുമെന്ന് മാത്രമല്ല, ലോകമറിയും.
സാത്താൻ്റെ പള്ളിയിൽ നിന്ന് കൃപയിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ അറിയുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നാം അനുഭവിച്ച സ്നേഹത്തിൻ്റെ ആ മഹത്വം എല്ലാ അർത്ഥത്തിലും സൂക്ഷിച്ച് നമുക്ക് സാക്ഷ്യം കൊടുക്കാനായിട്ട് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തലമുറയിൽ വളരെ വ്യത്യസ്തരായി സാക്ഷ്യം കൊടുക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ഐക്യതയോടെ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം ഈ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുമാറ് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. സ്നേഹസമ്പന്നനായ പ്രസംഗകൻ തൻ്റെ ശിഷ്യന്മാരോടുള്ളതായ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിലാണ് ഈ പ്രസംഗം കർത്താവ് തൻ്റെ ശിഷ്യന്മാരിലേക്ക് കൈമാറുന്നതായിട്ട് നാം കാണുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളെ നമുക്ക് കേട്ട് ചെയ്യുന്ന ബുദ്ധിമാന്മാരായിട്ട് ഈ തലമുറയിൽ സാക്ഷ്യം വഹിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രസംഗകൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാനൊന്ന് ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞ് തുടങ്ങിയിടാം. ബാക്കി കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കണം. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പ്രസംഗം കഴിയുകയാണ്. പിന്നെ 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ചില സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിലെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിൽ ഞാനൊരു ആശയം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഒരു വാക്യോടെ വായിച്ചു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു. ഇത് ഒരു തുടക്കമാണ് കേട്ടോ, തുടക്കമാണ്. ഇനി അടുത്തൊരു സംഭവമുണ്ട്. ഒരു ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് കഠിനമായ വേദനയായതുകൊണ്ട് ആ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിനു വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ആ സംഭവം ഭയങ്കര അതിശയമാണ്. കാരണം എന്തോ ഒരു സ്നേഹമാണ് ആ ശതാധിപന് ആ ബാല്യക്കാരനോട് ഉള്ളത്. ഈ ഐറോസ് വന്ന് മോൾക്ക് വേണ്ടി കർത്താവിനോട് സംസാരിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ഒരു ബാല്യക്കാരൻ, അവന് സുഖമില്ല, അവൻ വളരെ വേദനപ്പെട്ട് കഴിഞ്ഞുകൊടുക്കുകയാണ്. അപ്പോൾ അവന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവനെ സൗഖ്യമാക്കാനായിട്ട് ആവശ്യപ്പെടുക. ഇനി അധ്യായത്തിൽ വേറെ ചില സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ ആ സംഭവങ്ങളൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വായിച്ച സംഭവം അവിടെ നമ്മൾ കാണുന്ന ഒരു കുഷ്ഠരോഗി വന്ന് കർത്താവിനോട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് ചെയ്തൊരു പ്രവൃത്തി അവിടെ വായിക്കുന്നുണ്ട്. എന്താ കർത്താവ് ചെയ്തത്? എന്താ ചെയ്തത്? കർത്താവ് ആ കുഷ്ഠരോഗിയെ എന്താ നിങ്ങൾ പറയാത്തത്? കൈ നീട്ടി അവനെ തൊട്ടു, അവന് സൗഖ്യം കൊടുത്തു. സാധാരണ നിലയിൽ ഒരു കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നയാളാരായിത്തീരും? അശുദ്ധനായിത്തീരും. നമ്മൾ ഈ ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകമൊക്കെ ഈ ദിവസം വായിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ആ പ്രമാണം മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞു പ്രസംഗിക്കുകയാണ്. മനസ്സലിവുള്ള പ്രസംഗകൻ. ഈ പ്രൗഢഗംഭീരമായ പ്രസംഗം നമ്മുടെ കർത്താവ് നിവർത്തിച്ചിട്ട് ഇതിൻ്റെ പ്രായോഗിക വശത്തേക്ക് വരുമ്പോൾ
ഒരു കുഷ്ഠരോഗിയെ തൊട്ട് അവന് സൗഖ്യം കൊടുക്കുകയാണ്. ഒരു ബാല്യക്കാരനെ കുറിച്ചുള്ള അവൻ്റെ വേദന പറയുന്ന ആ ശതാധിപൻ്റെ ബാല്യക്കാരനെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രസംഗകരായ നമ്മൾ മനസ്സലിവുള്ളവർ ആയിരിക്കും. യോഹന്നാൻ നൽകുന്നൊരു പ്രബോധനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. യോഹന്നാൻ 3:16 അത് തമ്മിൽ നല്ല ബന്ധമുണ്ട്. യോഹന്നാൻ 3:16 കർത്താവിനെ തന്ന സ്നേഹമാണ് കാണുന്നത്. ഈ 3:16 നമുക്കൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 3:16 വാക്യം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതല്ല, നാം സ്നേഹം എന്തെന്നറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാണ്. അടുത്ത വാക്യം കൊണ്ട് വായിച്ചേ. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവ ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരനെ മുട്ടുന്നത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിവ് നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തെ തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുകയാണ്. ഈ വചനം കേട്ട് ചെയ്യുന്ന നമ്മൾ പ്രസംഗം പറയാൻ കടപ്പെട്ടവരാണ്. നമുക്കതിനുള്ള നിയോഗമുണ്ട്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന അടുത്തിരുന്ന് ഈ പ്രസംഗം കേട്ട യോഹന്നാൻ അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്. സഹോദരൻ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സലിവുള്ള പ്രസംഗകനാണ് നമ്മുടെ കർത്താവ്. പ്രസംഗം മാത്രമല്ല, പ്രായോഗിക തലത്തിൽ നമ്മുടെ കർത്താവിൽ കാണുന്ന മനസ്സലിവിൻ്റെ അനേക സംഭവങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ഈ പ്രചോദനം ഏറ്റെടുക്കാം. മനസ്സലിവുള്ള പ്രസംഗകരായി വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനെക്കുറിച്ച് ചില വാക്കുകൾ കൂടി പറയുമായിരിക്കാം. നമ്മുടെ കർത്താവ് എത്ര വ്യത്യസ്തനാണ്, എത്ര ഉന്നതനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിൻ്റെ അന്തസത്തകളിലേക്ക് നമ്മൾ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രസംഗം പറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ വ്യത്യസ്തതകളും മഹത്വവും ഉൾക്കൊണ്ട് അതിൻ്റെ പ്രതിഫലനത്തിൽ ഈ പ്രസംഗം പഠിക്കാനുള്ളതായ സമർപ്പണത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.